يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ഹലാലിനെയും ഹറാമിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ സർവോപരി ലോകത്ത് നിന്നോട് പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കരിമശഹാദത്ത് ചൊല്ലിവിടെ പറയാൻ അള്ളാഹു നമ്മെ അവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ചിരുമാറാകട്ടെ. പലരും ആശുപത്രികളിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ദുആക്ക് വസിയത്ത് ചെയ്യുന്നുണ്ട്. അള്ളാഹു എത്രയും പെട്ടെന്ന് അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനമായിട്ടാണ് ഇന്ന് ലോകം ഈ ദിവസത്തെ കാണുന്നത്. 1886 അമേരിക്കയിലെ ചിക്കാഗോയിൽ ഒരുപറ്റം തൊഴിലാളികൾ 12 മുതൽ 16 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന പണി ഇനി ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അമേരിക്കയുടെ തെരുവീതികളിൽ നടത്തിയ ത്യാഗോജ്ജലമായ സമരത്തിന്റെ ഒരു ഓർമ്മക്കാണ് ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലും തൊഴിലാളി തൊഴിൽ സംരംഭവും ഈ ലോക നേട്ടത്തിന് മാത്രമുള്ളതല്ല, മറിച്ച് തൊഴിലെന്ന് പറയുന്നത് അത് വിവാദത്തിന്റെ ഭാഗമാണ്, അത് ആരാധനയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന മതമാണ് ഇസ്ലാം. ആ വിവാദത്തിലൂടെ തന്നെ തൊഴിലാളിയായാലും മുതലാളിയായാലും സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം കൊണ്ട് തന്നെ ഈ ഉമ്മത്തിനെ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിന് നബി അലൈഹിസ്സലാം ആരായിരുന്നു എന്ന് പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കർഷകനായിരുന്നു ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ തൊഴില് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹം ആശാരിയായിരുന്നു എന്ന് കാണാം. സാലിഹ് നബിയെ സംബന്ധിച്ചിടത്തോളം ഷുഐബ് നബിയെ സംബന്ധിച്ചിടത്തോളം കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ തൊഴിലിനെ ഇസ്ലാം പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ കൊട്ടാരത്തിലെ സേവകനായി നിന്ന് പിന്നീട് അവിടുത്തെ ധനത്തിന്റെ സൂക്ഷിപ്പുകാരനായി ജോലി ചെയ്തു എന്ന് കാണാം. ഇസ്ലാമിക ചരിത്രത്തില് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും കച്ചവടക്കാരായിരുന്നു. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ടെക്സ്റ്റൈൽസ് ബിസിനസ് ചെയ്തിരുന്നതായിട്ട് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ എണ്ണമറ്റ ഉദാഹരണങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. സൽമാനുൽ ഫാരിസി അദ്ദേഹം ബാർബറായിരുന്നു എന്ന് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ തൊഴിലിനെ പറ്റി പറയുമ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് കൃത്യമായി നമുക്ക് മനസ്സിൽ വരേണ്ടത്. ഇസ്ലാമിക മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ധർമ്മം ജീവിതത്തിൽ അതാണെന്ന് യാതൊരു സംശയവും നമുക്കില്ല. എന്നാൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് അതോടൊപ്പം തന്നെ ആ സ്ഥാനം തന്നെ നിലനിർത്താൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ജീവിതത്തിൽ അവനവൻ നിർവഹിക്കുന്ന തൊഴിലും ധർമ്മവും എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയും. അതിന് അദ്ദേഹം ഓതുന്ന ആയത്ത് يقاتلون في سبيل الله وآخرون يضربون في الأرض يبتغون من فضل الله
وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله. സൂറത്തുൽ മുദ്ദസ്സിർ. ആളുകൾ ഇസ്ലാമിക മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിലുള്ള വിഭാഗം തന്നെ തന്റെ ജീവിത യോധനത്തിന് വേണ്ടി അവർ തൊഴിൽ നിർവഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ ഉമർ ഫാറൂഖ് റളിയല്ലാഹു പറയുന്ന ഇത് രണ്ടും ഒരേ കിടയിലാണ് വരുന്നത്, ഒരേ സ്ഥാനത്താണ് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു സംഘം സഹാബികൾ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനെ കാണുകയാണ്. ആളുകൾ കമന്റ് പറയാൻ തുടങ്ങി. എന്താണെന്നറിയോ കമന്റ്? അദ്ദേഹത്തിന്റെ ആ ഒരു നിൽപ്പ് പടച്ചവന്റെ മാർഗത്തിലാണെങ്കിലോ, അദ്ദേഹം ചെയ്യുന്നത് പടച്ചവന്റെ മാർഗത്തിലാണെങ്കിലോ എന്നൊരു കമന്റ് വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, നിങ്ങളുടെ അഭിപ്രായം എന്താ? അദ്ദേഹം ആ ചെയ്യുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടിയാണെങ്കിലോ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. അതുമല്ലെങ്കിൽ അവന്റെ പ്രായമേറിയ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ആ ചെയ്യുന്നതെങ്കിൽ അതും അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ഇനി ഒന്നും വേണ്ട, അവൻ ആരോടും ചോദിക്കാതെ സെൽഫ് റിലയന്റ് ആയി സ്വയം പര്യാപ്തതയോടുകൂടി ജീവിക്കാനാണ് അവന്റെ നീക്കമെങ്കിൽ പോലും അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. പിന്നെ എവിടെയാ പിശാചിന്റെ മാർഗമുള്ളത് പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതോടൊപ്പം പറയുകയാണ്, അവൻ ആളുകൾക്കിടയിൽ ഫഖ്റ് നടിക്കാൻ വേണ്ടി, ആളുകൾ കാണാൻ വേണ്ടി വേണ്ടാത്തത് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും, നിഷ്ക്രിയനാണെങ്കിലും അത് പിശാചിന്റെ മാർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൊഴിൽ എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഇബാദത്താണ്. ഏകദേശം 300 പ്രാവശ്യമെങ്കിലും അമല് എന്ന പ്രയോഗം ഖുർആനിൽ കാണാം. തൊഴിൽ ചെയ്യുന്നവൻ ആമിലി എന്ന പ്രയോഗവും കാണാം. ഇത് സൂചിപ്പിക്കുന്നത് തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ചാണ്. ഇപ്പോ ഖുർആനില് സാധാരണ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് 55 വയസ്സായ റിട്ടയർമെന്റ് ആണ്. എന്നാല് ഇസ്ലാമിക ഭരണകൂടത്തിൽ എപ്പോ റിട്ടയർമെന്റ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അതിന് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വർത്തമാനം, റിട്ടയർമെന്റ് എന്നുള്ളത് ഒരു മുസ്ലിമിനില്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 55 ആണെങ്കിലും 65 ആണെങ്കിലും 95 ആണെങ്കിലും അവൻ ആയുസ്സുള്ളിടത്തോളം, ആരോഗ്യമുള്ളിടത്തോളം അവൻ എന്താണോ ചെയ്യാൻ പറ്റുക അത് മുഴുവൻ ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ഒന്നിന്ന് വിരമിച്ചാൽ, ഒന്നിന്ന് റിട്ടയർ ചെയ്താൽ, ഒരു ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവായാൽ മറ്റൊന്നിലേക്ക് നിങ്ങൾ പോകും എന്ന് പറഞ്ഞാൽ ഒന്ന് ചെയ്തിട്ട് അത് തുടരാൻ കഴിയുന്നില്ല. ഏകദേശം ഗൾഫ് പ്രവാസമൊക്കെ മതിയായി, അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ മതിയായി. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിൽ നിന്ന് നിങ്ങൾ എപ്പോഴും ഓരോ സെക്കൻഡും ഇത് പടച്ചവനിൽ നിന്ന് എനിക്ക് കിട്ടുന്നതാ, ഇതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടുന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പ്രവർത്തനവും നമ്മൾ കാഴ്ചവെക്കേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിക്കും. അപ്പൊ തൊഴിൽ ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തരമായ കാര്യമാണ്. ഉയർന്ന കൈ താഴ്ന്ന കൈയേക്കാളും ഏറ്റവും ഉത്തമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് ആരോടെങ്കിലും യാചിച്ച് ജീവിക്കുന്നതിനേക്കാൾ കൊടുക്കുന്ന ജീവിതമാണ്, കൊടുക്കാൻ പറ്റുന്ന ജീവിതമാണ്, നൽകാൻ പറ്റുന്ന ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കും. ആളുകൾ ജോലി ചെയ്യണം, അതൊരു വിഷയമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് കൃത്യമായ ഒരു മറുപടി എന്താണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഡ്യൂട്ടി എന്നുള്ളത് അവന്റെ ഭാര്യ, അവന്റെ മക്കളെ, അവന്റെ മാതാപിതാക്കളെ, അവൻ ആരൊക്കെ നോക്കണം, അത് അവന്റെ പ്രാഥമികമായ ഡ്യൂട്ടിയാണ്, അത് അവന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ എന്റെ മകളോ എന്റെ ഭാര്യയോ എന്റെ ഉമ്മയോ ജോലിക്ക് പോകുന്നതിനെ ഇസ്ലാമിന്റെ പേരിൽ എങ്ങനെയൊക്കെ നമുക്ക് എതിർക്കാം, അനുകൂലിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ ആ മഹദി പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ 7 യുദ്ധങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യുദ്ധത്തിന്റെ മേഖലയിൽ
ഞാൻ ആളുകളെ പരിക്കേറ്റവരെ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഇതായിരുന്നു എന്റെ തൊഴിൽ. അതിൽ നിന്ന് കിട്ടുന്ന പൈസ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ഇതേ അർത്ഥത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ റായിഖ റളിയല്ലാഹു അൻഹയുടെ ചരിത്രവും നമുക്ക് കാണാം. എന്തിനേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ, ആ മഹദി ഒരു കാലഘട്ടത്തിൽ കച്ചവട സംരംഭകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ മഹദിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകാം. ആണാവട്ടെ പെണ്ണാവട്ടെ, അവരുടെ നിയ്യത്ത് നല്ലതാണെങ്കിൽ അവരുടെ പ്രവർത്തനം നിഷ്ഫലമാകുകയില്ല, അല്ലാഹുവിന്റെ അടുക്കൽ പരിഗണിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയും. എന്തിനേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു ഡിവോഴ്സ് ചെയ്ത ഒരു സഹോദരി ഈത്തപ്പനയുടെ മരത്തിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജോലി ചെയ്യുന്നതായി മറ്റൊരാൾ കാണുകയാണ്. എന്നിട്ട് വഴക്ക് പറഞ്ഞപ്പോ ഈ സഹോദരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹോദരിയോട് പറഞ്ഞത്, നീ ചെയ്തത് ശരിയാണ്. അപ്പോ വേണ്ടി വന്നാൽ സഹോദരിമാർക്ക് ജോലി ചെയ്യാം. അത് ഇസ്ലാമിന്റെ ബോർഡർ നിലവിൽ അനുസരിച്ച് കൊണ്ടായിരിക്കണം. അതിനുള്ള ഒരു എന്താണോ ഇസ്ലാം കൽപ്പിച്ചത്, ഒരു വ്യക്തിയിൽ നിന്ന് എന്താണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്, ആ തരത്തിലുള്ള പെരുമാറ്റവും ഇസ്ലാമിക വസ്ത്രധാരണവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ജോലി ചെയ്യുന്നതിന്റെ കുഴപ്പമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചരിത്രത്തിൽ നിന്ന് കാണാം. ഇനി ഇതിനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനം എന്താ? അതൊരു തൊഴിലാളിയോടുള്ള സമീപനമാണ്. ഒന്നുകിൽ നമ്മൾ കടയുടെ മുതലാളിയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കടയിൽ മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയായിരിക്കും. രണ്ടായാലും വളരെ സഹവർത്തിത്വത്തോടെ മുന്നോട്ട് പോകേണ്ടതാണ്. നമ്മുടെ കീഴിൽ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടത് അപ്രിസിയേഷനാണ്, നല്ല വർത്തമാനം പറയുക. അത് പ്രധാനമാണ്. നമ്മുടെ തൊഴിലാളിയോട് നീ ചെയ്തത് നന്നായിട്ടുണ്ട്, പക്ഷെ ഇന്ന ഏരിയയിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇന്നിന്ന വിഷയങ്ങളിൽ അതും കൂടി ഒന്ന് ക്ലിയർ ആക്കി അടിപൊളിയായി, ഈ രൂപത്തിലായിരിക്കണം നീ ചെയ്തത് തുടക്കത്തിൽ തന്നെ പാടി. എപ്പോഴും നീ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്. വാസ്തവത്തിൽ ആ തൊഴിലാളിയുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? ഒരു നെഗറ്റീവ് മൈൻഡ് ഉണ്ടാവില്ലേ പ്രിയപ്പെട്ടവർ? ആ തൊഴിലാളി വൈകുന്നേരം വരെ ആ കടയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും ഈ മുതലാളിയായ ഈ മനുഷ്യൻ എന്നെ എപ്പോഴും വിമർശിച്ചു കൊണ്ടേയിരിക്കും. ഇനി എന്ത് നല്ല ചെയ്താലും ശരി, മോശം ചെയ്താൽ ഉറപ്പ്, നല്ല ചെയ്താൽ ഒന്ന് എടുത്തിട്ട് പറയാറില്ല. സാധാരണ നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം കേൾക്കണം, ഒന്നും വേണ്ട ഒരു നല്ല വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറയാറില്ല, ഇത് നമ്മൾ കേൾക്കാറില്ല. ഞാൻ ഇത്രയും ചെയ്തിട്ട് എന്റെ മുതലാളി അല്ലെങ്കിൽ എന്റെ മുകളിലുള്ള ആ മനുഷ്യൻ എന്നോടൊരു നല്ല വർത്തമാനം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയൊന്നും പ്രശ്നമില്ല, പൈസ കൂട്ടിക്കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് എന്റെ അവകാശമാണെന്ന് കരുതി, മുതലാളിയാണെന്ന് കരുതി, എപ്പോഴും അറ്റാക്ക് ചെയ്യപ്പെടേണ്ട ആളാണ് എന്റെ കീഴിലിരിക്കുന്നത് കരുതി തൊഴിലാളിയോടുള്ള സമീപനം പുലർത്തുമ്പോൾ ആ തൊഴിലാളിയിൽ നിന്ന് അദ്ദേഹം നമ്മുടെ കച്ചവടത്തിന്റെ ഒരു ഭാഗമാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കിട്ടുക? തീർച്ചയായും അങ്ങനെയാകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. നല്ലൊരു തൊഴിലാളി എങ്ങനെയാണ് നമുക്ക് മുതലാളിക്കാർക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കുക? വിശുദ്ധ ഖുർആൻ മൂസാ നബി അലൈഹിസ്സലാം തൊഴിൽ ചെയ്ത ആ ഒരു അനുഭവത്തെ കുറിച്ച് ആ സഹോദരിമാർ പറയുമ്പോൾ ആ കൂലി കുടിച്ച ആ മനുഷ്യനുണ്ടല്ലോ, നല്ല മനുഷ്യനാണ്, വിശ്വസിക്കാൻ പറ്റും, ഡീല് ചെയ്യാൻ പറ്റും. ഇതൊരു അപ്രിസിയേഷനാണ്, ഇതൊരു അംഗീകാരമാണ്. ഇനി അതിലേറെ ഒരു വസ്തുത എന്താ? ഒരു തൊഴിലാളിക്ക് അവന്റെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് ലോകത്ത് ഒരു പ്രത്യയശാസ്ത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ് എന്നുള്ളത് അഭിമാനത്തോടെ പറയാൻ നമുക്ക് കഴിയണം. ആളുകളുടെ അവകാശത്തിന്റെ കാര്യത്തില് പറയുക, ആളുകൾക്ക് നൽകേണ്ട കാര്യത്തിന് നമ്മൾ ഒരു കുറവും വരുത്തിക്കൂല.
എന്ന് പറഞ്ഞ തൊഴിലാളിയുടെ കൂലി കൃത്യമായിട്ട് കൊടുക്കണം. അത് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ സൂചിപ്പിച്ച് ആകെ കിട്ടുന്നത് 100, 150, 200 കട്ട് ചെയ്യാൻ ശ്രമിച്ച പ്രിയപ്പെട്ടവരെ, അത് വളരെ അപകടമാണ്. ഒരു തൊഴിലാളിയുടെ കൂലി കൃത്യമായി കൊടുക്കണം, അവന്റെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ ശത്രുപക്ഷത്ത് ആരുടെ പക്ഷത്താണെന്നറിയോ? ആരുടെ പക്ഷത്താണ് ഞാൻ ഉണ്ടാവുക എന്നറിയോ? ശത്രുവായിട്ട് ഒരു തൊഴിലാളിയെ വിളിച്ചു, അവനെ കൊണ്ടുള്ള വർക്ക് മുഴുവൻ ചെയ്യിപ്പിച്ചു, പക്ഷെ അവന്റെ ശമ്പളം, അവന്റെ കൂലി കൊടുത്തില്ല. അങ്ങനെയുള്ള ആളുകളുടെ ശത്രുപക്ഷത്താണ് ഞാൻ നിൽക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കിയിരിക്കുന്നു. വലൗ കാന ഖദീബൻ മിൻ അറാഖ്, അറാഖ് എന്ന് പറയുന്ന പല്ല് തേക്കുന്ന ഒരു കൊള്ളിയ, അതിന്റെ വാല്യൂ ആണെങ്കിൽ പോലും അവന് കൊടുക്കേണ്ടത് കൃത്യമായ ഒരു തൊഴിലാളിക്ക് കൊടുത്തേ പറ്റൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൊഴിലാളിക്ക് കൂലി കിട്ടിയാൽ മാത്രം മതിയോ? കൂലി കൊടുത്താൽ മാത്രം മതിയോ? തൊഴിലാളിക്കുമില്ലേ ചില കടമകൾ? അതെന്താ കടമ? ഒരു തൊഴിലാളി എന്തായിരിക്കണം? അവന്റെ മുതലാളിയോടും അവന്റെ ചെയ്യുന്ന വർക്കിനോടും ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് അല്ലാഹു പറയുക, നിങ്ങളുടെ മനസ്സിലുള്ളത്, നിങ്ങളുടെ കള്ളനോട്ടം പോലും റീഡ് ചെയ്യുന്ന അല്ലാഹു. ആ അല്ലാഹു പറയുകയാണ്, പടച്ചറപ്പ് പറയുക, നിങ്ങളുടെ എല്ലാ കാര്യവും നിങ്ങളുടെ മനസ്സിലുള്ളത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഒരു തൊഴിൽ ചെയ്യുമ്പോൾ നിങ്ങൾ അതെങ്ങനെ ചെയ്യുന്നു? അല്ലാഹുക്ക് ഇഷ്ടം എന്താ? അതിലൊരു പെർഫെക്ഷൻ വരുത്തുക. നമ്മുടെ ചെയ്യുന്ന ജോലി എന്താണോ, ഒരു കടയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മുതലാളി ഇല്ല, ആരുമില്ല, എങ്ങനെയാണെങ്കിൽ മുതലാളി ഉള്ള ഒരവസ്ഥ ഉണ്ടാകുമല്ലോ. കടകൂട്ടും എല്ലാം നല്ല വൃത്തിയും വെടിപ്പുമാക്കി നല്ല അടിപൊളിയായി എല്ലാം ക്രമീകരിച്ചാണ് ഷട്ടർ അടക്കുന്നുണ്ടെങ്കിൽ എന്തൊരു സംതൃപ്തി ആയിരിക്കും ആ മുതലാളി ഇല്ലാത്ത രാത്രി. നേരം വെളുത്താൽ മുതലാളി തന്നെ റൂം തുറക്കുമ്പോൾ കാണുമ്പോൾ ഉണ്ടാകുന്നത്. ആ അവസ്ഥയിൽ ഒരു തൊഴിലാളി അത്രയും പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ തൊഴിലാളികളോടുള്ള സമീപനം എങ്ങനെയായിരിക്കാം? ഒരു കരാർ പണിയെടുക്കുക, 7 ദിവസത്തെ അല്ലെങ്കിൽ 8 ദിവസത്തെ പണിയെടുക്കേണ്ട പണി ഇത്ര രൂപ തന്നാൽ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് 4 ദിവസം കൊണ്ട് തീർത്തു. ഈ മുതലാളിയായ മനുഷ്യൻ കൃത്യമായി എണ്ണുന്നുണ്ട്, 4 ദിവസം 2 ആട്, അങ്ങനെ ഇങ്ങനെ കൃത്യമായി പോയ സമയം വന്ന സമയം എല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കും, 4 ദിവസം നീ ആകെ പണിയെടുത്തിട്ടു, ഇതിന് ഞാൻ ഇത്രയും വലിയ പൈസ തരണം. കരാർ ആദ്യം ചെയ്തു, എമൗണ്ട് ആദ്യം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വഞ്ചനയാണ്, തട്ടിപ്പാണ്, കുറ്റാണ്. നിങ്ങൾ കരാർ പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം പറഞ്ഞു പറയാം. ഇടവടുത്ത് ഒരു സഹോദരൻ മരണപ്പെട്ടപ്പോ ആളുകളുടെ കമന്റ് പറയുന്നത്, എല്ലാവരും പറയുന്നത് പണിക്കാരുമായിട്ട് എപ്പോഴും കുഴപ്പമാണ്. എത്ര മോശമല്ലേ നമ്മളെ പറ്റിയിട്ട് അങ്ങനെ പറയുന്ന ഒരവസ്ഥ നോക്കിയാൽ. പണിയെടുത്ത് അതിന്റെ കൂലി കൊടുക്കുമ്പോൾ ആ വീട്ടിൽ എപ്പോഴും ഒച്ചപ്പാടും വേണം. ഇത് എന്നെ പറ്റി നിങ്ങളെ പറ്റി ആകുമ്പോ എന്നിട്ട് ചോദിക്കുന്നു, മരിച്ചില്ലേ, ഇതൊക്കെ കൊണ്ടുപോയാ? അടുത്ത ചോദ്യമാണ്. നല്ല സമ്പത്തിന്റെ സൗകര്യമുണ്ട്, പക്ഷെ എന്തെങ്കിലും ഒരു 100-50 കൊടുക്കുന്ന കാര്യത്തിന് തർക്കിക്കുകയും അവസാനം തെറ്റിപ്പിരികയും 1 മാസമൊക്കെ പണിയെടുത്ത് തെറ്റിപ്പിരികയും ചെയ്യുന്ന അവസ്ഥ. എന്നാൽ അവന്റെ ലൈഫ് സ്റ്റൈലോ അടിപൊളി ലൈഫ് സ്റ്റൈൽ, ഒരു കുറവുമില്ല. പക്ഷെ പണിക്കാർക്ക് കൊടുക്കുന്ന സമീപനം, എത്രയോ എക്സ്പീരിയൻസ് ഉള്ള കടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരൊരു 100 രൂപ അധികം കൊടുത്താൽ മതി. ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആൾക്കാർ കുറഞ്ഞ പൈസ കിട്ടും. ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് കിട്ടും. ഞാൻ വീട്ടിലൊരു ജോലി, ഒരു സാധനം പറഞ്ഞപ്പോ എന്നോട് ആ പണിയെടുക്കുന്ന ആൾ പറഞ്ഞു, ഞാൻ ആ കടയിലേക്ക് അധികം നിർദ്ദേശം കൊടുക്കാൻ കടലാസ് ബില്ല് തരാറില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ആ കടയിൽ ബില്ല് കൊടുത്താൽ പലപ്പോഴും റിട്ടേൺ ആക്കേണ്ടി വരും. കാരണം എന്താ, അവിടെയുള്ളവരെല്ലാം കട്ടാക്കിയിട്ട് പുതിയ ടീമിനെ എടുത്തിട്ട് അവർക്ക് ഈ സാധനം നോക്കിയാൽ, ഇലക്ട്രിക്കിന്റെ സാധനം നോക്കിയാൽ അവർക്ക് ഒരു തിരിച്ചറിവില്ല. അപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഒരു 100 രൂപ അധികം കൊടുക്കണം. കാരണം എന്താ, നമ്മുടെ കച്ചവടത്തിന്റെ ഡീലിങ്സും ഇടപാടും 1000, 10,000 ഒക്കെ അറിയുന്ന കടകൾ കച്ചവട തൊഴിലാളികളെ അവർക്ക് ഒരു 100 രൂപ അധികം കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് വലിയ പ്രശ്നം, ഭയങ്കര ടെൻഷൻ. പിന്നെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, ഇല്ലാത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ അടിച്ചു കൊടുക്കുന്നു. ഈ ഒരവസ്ഥ നമ്മളുടെ തൊഴിലാളികളോട് ഉണ്ടാക്കണം. പിന്നെ തൊഴിലാളിക്കും മുതലാളിക്കും ബർക്കത്തില്ല എന്ന് പറയും. തൊഴിലാളി പറയുന്ന പൈസക്ക് ബർക്കത്തില്ല, മുതലാളിയും പറയുന്ന പൈസക്ക് ബർക്കത്തില്ല. അപ്പൊ എന്തുകൊണ്ടാണ് തൊഴിലാളിക്കും മുതലാളിക്കും ബർക്കത്തില്ലാതെ ആവുന്ന? അതും നമ്മൾ പരിശോധിക്കണ്ടേ? അത് തൊഴിലാളി ആലോചിക്കണം, എനിക്ക് എന്തുകൊണ്ടാണ് പൈസക്ക് ബർക്കത്തില്ലാത്ത, എന്റെ എന്തോ ഒരു പ്രശ്നം എടുത്ത് ഒരു പണിയെടുക്കുമ്പോൾ
മുതലാളി ചിന്തിക്കണം, ഞാൻ എന്തോ ഒരു പ്രശ്നം തൊഴിലാളിയുടെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ടോ, അവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം, ഒരു ഉത്തരവാദിത്വം ഞാൻ തന്നെയല്ലേ നിർവഹിക്കേണ്ടത്. അവന്റെ ആരോഗ്യം, അവന്റെ കുടുംബം, അവന്റെ മാനസികമായ സന്തോഷം പോലും എന്റെ കയ്യിലല്ലേ പടച്ചവൻ തന്നിട്ടുള്ളത്. ഞാൻ അവന് സന്തോഷം കൊടുക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൊഴിലാളിക്കും മുതലാളിക്കും ഒക്കെ ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ, അത് പാരത്രിക ലോകത്തേക്കും അത് എത്തണമെങ്കിൽ കൃത്യമായ വർക്ക് ചെയ്യുകയും അതിനനുസരിച്ചുള്ള വേതനം കൊടുക്കാൻ, ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന ജീവിതം നയിക്കാൻ അല്ലാഹു നമ്മെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ.